गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇവിടെ വേദിയിലോ സദസ്സിലുമായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരം. മറ്റെല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം. മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരള ഘടകം ചിന്തിച്ച് നടപ്പിലാക്കുന്ന കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും സഹയോഗത്തോടു കൂടി എല്ലാ ആശ്രമങ്ങളുടെയും ഒന്ന് ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നടത്തുന്ന ധർമ്മ സന്ദേശ യാത്ര പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ പാലക്കാടുള്ള ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് തന്നെ നമ്മുടെ ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു സന്ദേശമാണ്. നാം എല്ലാം ഒന്നിന് നിലകൊള്ളുന്നവരെന്ന് ഭിന്ന മാർഗങ്ങളിലൂടെ ഒന്നിന് നിലകൊള്ളുന്നവരെന്നുള്ള പ്രഖ്യാപനമാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇരുന്ന് ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ബഹുമാന്യ ബ്രഹ്മകുമാരി മീന ബഹൻജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അകൃത്രിമമായി ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടായി. അത് ഹാർദമായി പ്രകടിപ്പിക്കുകയാണ്. ഈ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നേതൃ സമ്മേളനത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഭാഷയിലും രീതിയിലും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അത് പൊതുവേദിയിൽ നമുക്ക് പറയാം. ഇവിടെ ഒത്തുചേരാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ജില്ലയിൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഹൈന്ദവ സമാജത്തെ സ്പർശിക്കുന്നവരും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നവരുമായവരാണ്. വ്യത്യസ്ത സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വം, അതുപോലെ വേദം, യോഗം, വാസ്തു, ജ്യോതിഷം, നൃത്തം, സംഗീതം, അങ്ങനെ മന്ത്രം, തന്ത്രം, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ ആചാര്യസ്ഥാനീയർ
അതുപോലെ വ്യവസായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സമാജത്തെ നയിക്കുന്നവർ, അങ്ങനെ ഹിന്ദു സമാജത്തെ ഇന്ന് സ്പർശിക്കുന്നവരും നാളെ കൂടുതൽ സ്വാധീനിക്കാൻ കെൽപ്പുള്ളവരുമായവരുടെ യോഗമാണ് എല്ലാ ജില്ലകളിലും ഹിന്ദു നേതൃസമ്മേളനങ്ങളിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. വളരെ വളരെ സന്തോഷമുണ്ട്. കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും ഇപ്പോൾ പാലക്കാടും ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ നേതൃസമ്മേളനങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പങ്കാളിത്തത്തോടു കൂടി, നല്ല എന്ന് പറഞ്ഞത് എണ്ണം മാത്രം നോക്കിയിട്ടല്ല, അതിൻ്റെ മികവ് കൂടി നോക്കിയിട്ടാണ്. തീർച്ചയായിട്ടും ഹൈന്ദവ സമാജത്തിൻ്റെ വലിയൊരു ഉയർച്ചയുടെയും ഉണർച്ചയുടെയും നേർസാക്ഷ്യമാണ് ഈ യോഗങ്ങൾ. അതുപോലെ തന്നെയാണ് പൊതുസമ്മേളനം. അത് പൊതുസമ്മേളനത്തിൽ പറയാം, ഇപ്പോൾ പറയുന്നില്ല. എന്തിനാണിത്? ഇവിടെ നമ്മൾ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമാജങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ എവിടെയായാലും നിലനിൽപ്പുണ്ടായിട്ടുള്ളൂ. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹവും ഈ ലോകത്തിൽ നിലനിന്നിട്ടില്ല. ഗ്രീസിൽ നോക്കിയാലും റോമിൽ നോക്കിയാലും, ഇനി പ്രാചീന ബബിലോണിയൻ, മെസൊപ്പൊട്ടാമിയൻ സംസ്കാരങ്ങൾ നശിച്ചതിൻ്റെ ചരിത്രം നോക്കിയാലും, മായൻ സംസ്കാരവും ഇൻകോ സംസ്കാരവും നശിച്ചു എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, ക്ഷയിച്ചതിൻ്റെ ചരിത്രം നോക്കിയാലും, ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കൃതികൾ എങ്ങനെ ക്ഷയിച്ചു എന്നുള്ളത് പഠിച്ചാലും ഈ വസ്തുത മനസ്സിലാവും. ചരിത്രം നൽകിയ പാഠം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഇത് നമുക്ക് പുതിയൊരറിവല്ല. ഈ ലോകത്തിൽ ഏറ്റവും പ്രാചീനമായ ചരിത്ര ഗ്രന്ഥം രചിക്കപ്പെട്ട നാട് ഭാരതമാണ്. കൽഹണന്റെ രാജതരംഗിണിയാണ് ലോകത്തിൽ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം. ചരിത്രത്തെയും കഥകളെയും ചേർത്ത് വെച്ചുകൊണ്ട് വ്യാസഭഗവാൻ നമുക്ക് മഹാഭാരതവും വാൽമീകി മഹർഷി രാമായണവും തന്നു. അത് ചരിത്രവും കഥകളും സമ്മിളിതമാണ്. ഇതിനപ്പുറത്ത് മനു നമ്മളോട് നിർദ്ദേശിച്ചു, സ്വം ചരിത്രം ശിക്ഷേരൻ, സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. ചരിത്രം എന്നത് കഴിഞ്ഞു പോയതാണ്. ഇന്ന് രാവിലത്തെ സൂര്യോദയം ഒന്നുകൂടി കാണണമെന്ന് സാക്ഷാൽ ബ്രഹ്മാവ് ആഗ്രഹിച്ചാലും അസാധ്യമാണ്. കാരണം ഇന്നത്തെ സൂര്യോദയം കഴിഞ്ഞു, ഇനി നാളത്തെ സൂര്യോദയമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ ചരിത്ര പഠനം ഇന്നലെകളിലെ മഹത്വത്തെ ബോധിപ്പിക്കണം. ഇന്നിന്റെ പ്രതിസന്ധിയെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കാൻ കരുത്തേക്കണം. നാളെയിലേക്ക് ശക്തമായി ഉയരാൻ അതിനുവേണ്ട ഊർജം സംഭരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ മൂന്നും ചേർന്നതാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ പ്രദേശം. ഏറ്റവും സത്യസന്ധരും ധർമ്മനിഷ്ഠരും ആചാരകുശലരും വാക്കിന് പരമാവധി മൂല്യം കൽപ്പിക്കുകയും ചെയ്ത, വനവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ച വലിയൊരു വിഭാഗം അധിവസിക്കുന്ന ജില്ലയാണ്
കേവലം അട്ടപ്പാടി മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇത് മല്ലീശ്വരന്റെ ഭൂമിയാണ്. ഇത് കടമ്പഴിപ്പുറത്തും ആ പ്രദേശത്തും ആ കല്ലടിക്കോട് മൊത്തം പ്രദേശത്ത് വളരെ ശക്തമായ മന്ത്രവിദ്യകൾ സഹസ്രാബ്ദങ്ങളായി പ്രയോഗിക്കപ്പെട്ട നാടാണ്. കല്ലടിക്കോടിൻ്റെ മന്ത്രവിദ്യകൾ ലോകം ഗവേഷണം ചെയ്തതാണ്. നമ്മൾ എത്രമാത്രം അതിനെപ്പറ്റി പ്രാധാന്യം ഉൾക്കൊള്ളുന്നു എന്നറിയില്ല. സവിശേഷമായ മലബാര സമ്പ്രദായത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഈ പ്രദേശമാണ്. മലബാരത്തിൻ്റെ വിശിഷ്ട പൂജകൾ മറ്റ് പ്രദേശങ്ങളിലുണ്ട്, വയനാട്ടിലുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോടുണ്ട്, ഇടുക്കിയിലുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മലബാരത്തിൻ്റെ സമ്പ്രദായങ്ങളുടെ ആരൂഢം എന്ന് പറയുന്നത് നിസ്സംശയം പറയാം ഈ പാലക്കാടാണ്. വില്വാദ്രിനാഥന്റെ ഭൂമി ഈ പാലക്കാടാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും അധികം ആക്രമങ്ങൾ നടന്നു കോട്ട പണിയപ്പെട്ടതും ഇവിടെ തന്നെയാണ്. ക്ഷേത്രധ്വംസനങ്ങളുടെ പരമ്പര വന്ന് അവസാനിച്ചത് ഒരുപക്ഷെ ഇവിടെയാണ്. മറക്കരുത്, ഇത് രണ്ട് ഭാഗങ്ങളാണ്. എന്നാൽ സമാജത്തെ വേദത്തിൻ്റെ വൈദിക വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിയ ഒട്ടനവധി മഹാപുരുഷന്മാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണിവിടെ. തപോവന സ്വാമികൾ, രാമാനന്ദ ഗുരുദേവൻ, കൊല്ലങ്കോട് ഗോപാലൻ നായർ, മൃഡാനന്ദ സ്വാമികൾ, ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ, അങ്ങനെ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്നൊരു കൃതജ്ഞത സംഭവിക്കും. നവോത്ഥാന നായകരിൽ എന്തുകൊണ്ടും നമ്മൾ സ്മരിക്കേണ്ടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രവർത്തന മണ്ഡലം ഈ പ്രദേശമായിരുന്നു. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ബഹിഷ്കൃതരായി പോയേക്കാമായിരുന്ന അനേകം അമ്മമാർക്ക് ആത്മവിശ്വാസമേകി ഈ ധർമ്മത്തിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ പരിശ്രമിച്ചത് ഈ ജില്ലയിലാണ്. മറക്കരുത്. കേരള തനിമ എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ടുന്ന ഒരു പുഴയുണ്ട്. കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴ. ആ പുഴയ്ക്ക് പാലക്കാട് പുഴ എന്നോ മലപ്പുറം പുഴ എന്നോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒട്ട് കേരളപ്പുഴ എന്നും പറഞ്ഞു കേട്ടിട്ടില്ല. മറിച്ചത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എന്ന പേര് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. കാരണം പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കേരളം ഒന്ന് വേറെ തന്നെയാണ്, ഭാരതം മറ്റു പ്രദേശമൊക്കെ ഒന്ന് വേറെ. പണ്ട് കേരളവും ബംഗാളും വേറെ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. മറ്റു പ്രദേശങ്ങളൊക്കെ ഒരുപോലെയാണ്, പക്ഷെ കേരളവും ബംഗാളും ഒന്ന് വേറെയാണ്. പിന്നെ ബംഗാളിനെ മാറ്റി പറയേണ്ടി വന്നു. ഇപ്പൊ കേരളം ഒന്ന് വേറെയാന്നാ പറയണത്. അതൊന്ന് മാറ്റിക്കണ്ടേ? സംശയങ്ങളാണ്. കേരളത്തിന് ഒരു വേറിട്ട ഭാവവും ഇല്ല. ഈ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുകയും അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുകയും ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ. ഇന്നിപ്പോ
ചിദാനന്ദപുരി സ്വാമി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ഷണിക്കുമ്പോൾ ആൾക്കാർ കാറും കൊണ്ടുവരും, അതിൽ കയറും, പോവും, പ്രഭാഷണം കഴിയും, പല ദക്ഷിണയൊക്കെ കിട്ടിയാൽ മേടിക്കും, തിരിച്ചു പോവും. പക്ഷെ ഈ ചിദാനന്ദപുരി സ്വാമി വരുന്നതിന് മുമ്പ് തെരുവുകളിൽ കിടന്നുറങ്ങിയ, റോഡ് സൈഡുകളിൽ കിടന്നുറങ്ങിയ, കാട്ടിൽ ഗുഹയിൽ താമസിച്ചിരുന്ന ദീർഘകാലം ഉണ്ടായിരുന്നു. ഭാരതത്തെ മുഴുവൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഉറപ്പിച്ച് പറയാം, തമിഴ്നാടിന് അതിൻ്റെ സവിശേഷതകളുണ്ട്, കർണാടകത്തിന് അതിൻ്റെ സവിശേഷതകളുണ്ട്, ആന്ധ്രയ്ക്ക് അതിൻ്റെ സവിശേഷതകളുണ്ട്, കശ്മീരിന് അതിൻ്റെ സവിശേഷതകളുണ്ട്, കേരളത്തിന് അതിൻ്റെ സവിശേഷതകളുണ്ട്. പക്ഷെ ഈ സവിശേഷതകളെല്ലാം ചേർന്നതാണ് ഭാരതം. അല്ലാതെ കേരളത്തിന് മാത്രം ഒരു സവിശേഷതയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ മുദ്രാവാക്യം യഥോ ധർമ്മ തഥോ ജയ എന്ന മഹാഭാരതത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്യമാണെങ്കിലും ഈ യാത്ര നൽകുന്ന സന്ദേശം കേരള തനിമയിലേക്കെന്നാണ്. ഇപ്പൊ കേരള തനിമയിലേക്കെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ചിലർ ചോദിച്ചു, തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ തനിമയിലേക്കാണോ നിങ്ങൾക്ക് കേരളത്തെ നയിക്കേണ്ടത്? ഇല്ലത്തെ മൂത്താള് വിവാഹം കഴിക്കുകയും ബാക്കിയുള്ളവർ വിത്തുകാളകളെ പോലെ സംബന്ധമായി നടക്കുകയും ചെയ്യുന്ന കേരളത്തെയാണ് നിങ്ങൾക്ക് തിരിച്ചെടുക്കേണ്ടത്? നിശ്ചിത ദൂരം വിട്ടുമാറി ജാതിയുടെ പേരിൽ വർത്തിക്കേണ്ടിരുന്ന കേരളത്തിലേക്കാണോ നിങ്ങൾ തിരിച്ചു പോകുന്നത്? സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കേരളത്തിലേക്കാണോ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത്? ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നേ പറയാനുള്ളൂ, വേദം എന്തെന്ന് തെറ്റിദ്ധരിച്ച, വേദത്തിൻ്റെ സന്ദേശം വിസ്മരിച്ച ഒരു മധ്യകാലഘട്ടത്തിൽ ഒരുപാട് അന്ധകാരത്തിൻ്റെ, അപചയത്തിൻ്റെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. സത്യമാണ്, ഇല്ലെന്നൊരിക്കലും പറയരുത്. എന്നാൽ അതിൽ നിന്ന് കേരളത്തെ പ്രകാശദീപം പരത്തി പിടിച്ചുയർത്തിയതാര്? മറക്കരുത്, വേദജ്ഞന്മാരാണ്. അവിടെ നമ്മൾ അയ്യ വൈകുണ്ഠസ്വാമിയെയും തൈക്കാട്ട് അയ്യാവിനെയും ചട്ടമ്പി സ്വാമി തിരുവടികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ശുഭാനന്ദ ഗുരുദേവനെയും വേദഗുരു സദാനന്ദ സ്വാമികളെയും മഹാത്മാ അയ്യങ്കാളിയെയും പണ്ഡിറ്റ് കറുപ്പനെയും ബ്രഹ്മാനന്ദ ശിവയോഗിയെയും വാഗ്ഭടാനന്ദ ഗുരുവിനെയും രാമാനന്ദ ഗുരുദേവനെയും അങ്ങനെ അങ്ങനെ ഒരു പരമ്പര അങ്ങ് നീളും. പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരില്ല. ഇവരെകളൊക്കെ മുമ്പ് പറയണം നിർമ്മലാനന്ദ സ്വാമികള്. കാരണം പന്തി ഭോജനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് പന്തി ഭോജനത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ അചിന്ത്യമായ രീതിയിൽ വ്യത്യസ്ത, തൊട്ടുകൂടാ തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണെന്നുള്ളവർക്ക് പന്തിഭോജനം നടത്തുക മാത്രമല്ല, ഓരോരുത്തരും കഴിച്ച ഇല എടുക്കാൻ മുണ്ടും പൊക്കി കെട്ടി മുന്നോട്ട് പോയ നിർമ്മലാനന്ദ സ്വാമികളുടെ മനോഹര ചിത്രമുണ്ട്. അത് മറക്കരുത്. ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു. 1914 ചട്ടമ്പി സ്വാമി തിരുവടികളും ശുഭാനന്ദ ഗുരുദേവനും പരസ്പരം കാണുന്ന ഒരു രംഗമുണ്ട്. പരസ്പരം ആശ്ലേഷിച്ച് ഒന്നായി ചേർന്ന ആ ഒരു ചിത്രം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കേരളമുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ശുദ്ധ സംസ്കൃതത്തിൽ, പ്രൗഢ സംസ്കൃതത്തിൽ എന്നോട് സംസാരിച്ച സ്ത്രീകള് കൊടുങ്ങല്ലൂര് വെച്ച് അത്ഭുതം തോന്നി. പലരും വിവേകാനന്ദ സ്വാമി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു എന്നൊക്കെ ആവർത്തിക്കാറുണ്ട്. ശരിയാ, വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും പറഞ്ഞിട്ടുണ്ട്,
ശ്രദ്ധിക്കുക. ആ കേരളത്തിൻ്റെ തനിമ എന്ന് പറയുമ്പോൾ നവകേരളം നമുക്ക് വേണ്ടാന്ന് കൂടി ആവർത്തിച്ച് പറയേണ്ടി വരും. നവകേരളം നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഈ കെമിസ്ട്രി വളർന്നു വന്നത് അതിൻ്റെ പ്രാരംഭം ആൽക്കമിയിലൂടെയാണ്. ആൽക്കമിയിൽ ചെമ്പ് സ്വർണമാക്കി മാറ്റാം എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസമാണ് ലോകം മുഴുവൻ, യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഒക്കെ ആൽക്കമി വളരാൻ കാരണമായത്. ചെമ്പിനെ സ്വർണ്ണമാക്കാം, അതിന് പല വിദ്യകളും. പക്ഷെ അത് അമേരിക്കയിലൊന്നും വിജയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. യൂറോപ്പിൽ നമ്മൾ ഒരു രാജ്യത്താണ് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു പ്രാഹയിൽ വലിയൊരു സ്ട്രീറ്റ് ഉണ്ട്. ഇപ്പോഴും അത് ആൽക്കമിസ്റ്റ് സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൽ മുഴുവൻ ആ കാലത്ത് ആൽക്കമിസ്റ്റുകളായിരുന്നു താമസിച്ചിരുന്നത് പ്രാഗിൽ. ഞാനതിൽ നടന്ന് ഓരോ കൊച്ചു കൊച്ചു വാതിലുള്ള അവരുടെ ആ കെട്ടിടങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് വിജയിച്ചു കേരളത്തിൽ. അല്ല, നമ്മൾ വലിയ നേട്ടമല്ലേ അത്. മോശമായി ഇന്നെന്താ നിങ്ങൾ മോശമായി കാണുന്നത്? മോശമായി കാണുന്നത് ചെമ്പ് സ്വർണ്ണാക്കുക, സ്വർണത്തെ ചെമ്പുമാക്കുക. അത് ആൽക്കമിക്കാർ ചിന്തിക്കാത്ത, അത് ചിന്തിക്കുക. ഈ നവകേരളം വേണ്ട. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ അടിച്ചു പൊട്ടിക്കുന്ന കേരളം നവകേരളം. ട്രാക്ടർ വന്നപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ മണ്ണും ഉപ്പും ചേർത്തിട്ട കേരളം. സ്വാശ്രയ കോളേജുകൾ വന്നപ്പോൾ ചെറുപ്പക്കാരെ കുരുതി കൊടുത്ത കേരളം നവകേരളം. ഇതൊന്നും നമുക്ക് വേണ്ട എന്നാ പറഞ്ഞത്. അല്ലാണ്ട് കേരളത്തിൽ പരിഷ്കരണങ്ങൾ വേണ്ട, കേരളത്തിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കള് വിദ്യാഭ്യാസത്തിൽ ഉയരണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. നന്മയെ ഉൾക്കൊള്ളാനും തിന്മകളെ തിരസ്കരിക്കാനുമുള്ള മനസ്സുള്ളൊരു കേരളത്തിൻ്റെ സൃഷ്ടിയാണ് നമുക്ക് വേണ്ടത്. അതിന് സാധിക്കുന്നവരാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ. ഇവിടെ മാത്രമല്ല, ഓരോ ജില്ലയിലെയും നേതൃ സമ്മേളനത്തിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് പറയാനുള്ളതൊന്ന് മാത്രം, നമ്മൾ ഏത് സാമുദായിക സംഘടനയുടെ പ്രതിനിധിയാണോ ആയിക്കോട്ടെ, ഞാൻ എഴുത്തച്ഛനാണ്, ഞാൻ മൂത്താനാണ്, ഞാൻ നായരാണ്, ഞാൻ ഈഴവരാണ്, ഞാൻ തീയരാണ്, ഞാൻ പറയരാണ്, പുലയരാണ്, ചെറുമരാണ്, നമ്പീശനാണ്, വാരരാണ്, മാരാരാണ്, എന്തോ ആയിക്കോളൂ, ഒരു വിരോധമില്ല, എന്ത് വേണമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ നായരുണ്ടാവണമെങ്കിൽ ഹിന്ദു നായരാണ്, ഈഴവരുണ്ടാവണമെങ്കിൽ ഹിന്ദു ഈഴവാണ്, മാരാരുണ്ടാവണമെങ്കിൽ ഹിന്ദു മാരാർ, ചെറുമരുണ്ടാവണമെങ്കിൽ ഹിന്ദു ചെറുമർ. അതെ, ഈ ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തൂ ഉള്ളൂ. ഞാൻ യോഗ പഠിപ്പിക്കുന്ന ആളാണ്, ഞാൻ ധ്യാനം പരിശീലിപ്പിക്കുന്ന ആളാണ്, ഞാൻ വേദം പഠിപ്പിക്കുന്ന ആളാണ്, ഞാൻ വാസ്തുവും ജ്യോതിഷവും തന്ത്രവും മന്ത്രവും പഠിപ്പിക്കുന്ന ആളാണ്. എന്താണ് ഞാൻ പഠിപ്പിച്ചോളൂ, നല്ലതാ. പക്ഷേ ഇത് പഠിപ്പിക്കുന്ന ഒരു സമാജം, അത് ഹിന്ദു സമാജമാണ്. ഹിന്ദു എന്ന തായ്വേരിനെ വിസ്മരിച്ചാൽ നമുക്കാർക്കും ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ തനത് വ്യക്തിത്വം പുലർത്തിക്കൊണ്ട്, നാളെ വേദാന്തം പഠിപ്പിക്കുന്ന ആൾ നിർത്തിയിട്ട് യോഗ പഠിപ്പിക്കണം, യോഗ പഠിപ്പിക്കുന്ന ആൾ നിർത്തിയിട്ട് വേദാന്തം പഠിപ്പിക്കണം, ധ്യാന പരിശീലനം ചെയ്യുന്ന ആൾ അത് നിർത്തിയിട്ട് വാദ്യം പഠിപ്പിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. തനത് വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഗുരുപരമ്പര നമുക്ക് തന്ന ആദേശങ്ങളെ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഹിന്ദുധർമ്മം, സനാതനധർമ്മം എന്നുള്ളതിനെ മുൻനിർത്തി അതിനെ പോഷിപ്പിക്കും വിധമേ നമ്മിൽ നിന്നൊരു വാക്ക് വരാൻ പാടുള്ളൂ, ഒരു ചിന്ത ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു പ്രവൃത്തി ഉണ്ടാവാൻ പാടുള്ളൂ.
അല്ലാതെ നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരു ചിന്ത, ഒരു വാക്ക്, ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവരുത്. ഇത് നമ്മൾ പ്രതിജ്ഞ ചെയ്താണ്. അതോടൊപ്പം ഒരു സമാജം സാമ്പത്തികമായി ഭദ്രതയുള്ളതായാൽ മാത്രമേ നിലനിൽക്കൂ, ഉയർന്നു പോകൂ. ഏത് വ്യക്തിയാണോ, ഏത് കുടുംബമാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അവര് വിധേയരും ആശ്രിതരുമായി തീരും. വിധേയർക്ക് ആശ്രിതർക്ക് വ്യക്തിത്വമില്ല. ശാരീരികമായ കരുത്തുണ്ടായതുകൊണ്ട് നിലനിൽക്കാൻ പറ്റില്ല. ശാരീരികമായ കരുത്ത് നിർബന്ധമാണ്, അത് വേറെ വിഷയം, അത് പിന്നെ പറയാം. ശാരീരികമായ കരുത്ത് നിർബന്ധമാണ്. പക്ഷെ ശാരീരികമായ കരുത്ത് പലപ്പോഴും വ്യക്തമായ ദിശാബോധവും ഐക്യവും ഇല്ലെങ്കിൽ ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ദോഷകരമായി തീരാനും സാധ്യതയില്ല. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഒരു വേദിയിലൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഒരു കൊച്ചു കുട്ടിയാണ് ചോദിച്ചത്. വലിയ വേദിയാണ്, ആയിരക്കണക്കിന് ആൾക്കാരുള്ളൊരു പ്രഭാഷണ വേദിയാണ്. അവിടുന്ന് ഒരു കൊച്ചു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു എന്നോട് നേരിട്ട്. സ്വാമി, ഏറ്റവും ദുഃഖിച്ച സന്ദർഭം ഏതാണ്? വല്ലാത്തൊരു ചോദ്യമായിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. സ്വാമി, ഏറ്റവും ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സന്യസിച്ചതിന് ശേഷം ഉള്ളതല്ലേ മോൾ ഉദ്ദേശിച്ചത്? അതെ, സന്യസിച്ചതിന് ശേഷം സ്വാമി ഏറ്റവും ദുഃഖിച്ച സന്ദർഭം ഏതാണ്? അപ്പോ എനിക്ക് പറയേണ്ടി വന്നു, ഞാൻ ഘാനയിൽ പോയ സന്ദർഭത്തിൽ കേപ്പ് കോസ്റ്റ് കാസിൽ കണ്ട സമയത്ത്, അപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം ഈ സന്യാസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം ഉണ്ടായത്. കാരണം വളരെ വലിയ ബ്രിട്ടീഷ് രീതിയിൽ ഉള്ള വലിയ 3 നില കെട്ടിടം, 100 കണക്കിന് മുറികളും ഹാളുകളുള്ള കാസിലാണ് കേപ്പ് കോസ്റ്റ് കാസിൽ. അതിൻ്റെ മുകളിൽ ഗവർണർക്ക് താമസിക്കാൻ, കിടക്കാൻ, മറ്റ് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഒക്കെയുള്ള മുറികൾ പ്രത്യേകം ഉണ്ട്. മദ്യപിക്കാൻ നിറയെ ജനവാതിലുകളുണ്ട്. അതിവിശാലമായ വായുസഞ്ചാരമുള്ള പ്രകാശപൂർണമായ മുറികൾ. താഴെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള വിശാലങ്ങളായ മുറികൾ, ജനവാതിലുകൾ, ധാരാളം വായുസഞ്ചാരം ഏറെ. അതിന് താഴത്ത് ഈ അടിമകളെ വാങ്ങാനും വിൽക്കാനും വിലപേശാനും ലേലം വിളിക്കാനൊക്കെ ഉള്ള ഹാളുകൾ, ചുറ്റുപാട് നിരന്നു നിൽക്കുന്ന പീരങ്കികൾ 100 കണക്കിന്. പണ്ട് കാലത്തെ പീരങ്കിയിൽ ഉപയോഗിച്ച ഉണ്ടകൾ, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ സ്വാമിക്ക് എന്തിനാ സങ്കടാവുന്നേ? ഇതൊന്നും കണ്ടപ്പോൾ അല്ല സങ്കടം. ഇത് കഴിഞ്ഞ അടിയിൽ 2 അണ്ടർഗ്രൗണ്ട് ചേംബറുകൾ. അതിലാദ്യം പോയത് ഒരു ചേംബർ. ഈ ഹാളിൻ്റെ ഒരു 8-1 വലിപ്പമുണ്ടാവും. 2 ദ്വാരങ്ങൾ ആകെ. ആ ദ്വാരങ്ങളിലൂടെയാണ് വായു സഞ്ചാരം. ബാക്കി മുഴുവൻ കോരിയിലിടും. അതിൽ ചെരിഞ്ഞ പ്രതലമാണ്. 600 അടിമകളെയാണ് ഇടാറ്. 600. അവരുടെ മലവും മൂത്രവും അതിൽ തന്നെ. അവർക്ക് ഒരു ദ്വാരത്തിലൂടെ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം ഈ മലവും മൂത്രമായിട്ട് അവർ കഴിക്കുക. അടുത്ത വെസൽ വരുന്നത് വരെ 3-4 മാസം ഈ അറയ്ക്കുള്ളിലാണ് അവർ.
കരുത്തില്ലാത്തവരാണോ? അല്ല. വലിയ ശരീരമുള്ള 6 അടി പൊക്കമുള്ള ബലിഷ്ഠമായ ശരീരമുള്ള കറുത്ത വർഗക്കാർ. അവർ ചങ്ങലയ്ക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് 600 പേരാണ് ആ ചേംബറിനുള്ളിൽ. അതിൽ മലം, അതിൽ മൂത്രം, അതിൽ ഭക്ഷണപദാർത്ഥം. അങ്ങനെ 4-5 മാസം അവര് അതിനുള്ളിൽ കിടക്കേണ്ടുന്ന അവസ്ഥ. ഇത് കണ്ടപ്പോഴല്ല സങ്കടം തോന്നിയത്. അപ്പം തന്നെ സങ്കടം തുടങ്ങിയ ഉള്ളിൽ. അടുത്ത ചേംബറിൽ പോയപ്പോഴാണ് അത് സ്ത്രീകളുടേതാണ്. ആ സ്ത്രീകളുടെ ചേംബറിൽ 360 പേരെയാണ് ഇട്ടിരുന്നത്. ഓർമ്മിക്കുക, ഒരു സ്ത്രീക്ക് എങ്ങനെയായാലും മാസത്തിൽ 1 പ്രാവശ്യം മെൻസ്ട്രേഷൻ വരും, ആർത്തവം വരും. ഈ മലവും മൂത്രവും കൂടാതെ ആർത്തവ രക്തവും. ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം, അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന നമ്മുടെ സഹോദരിമാര്, ഒന്ന് മനസ്സ് സങ്കല്പിക്കൂ. മുകളിൽ 2x3 അടി നീളവും വീതിയുള്ള ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ആരാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറ് എന്ന് വിളിച്ച് ചോദിച്ചാൽ ഗത്യന്തരമില്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കയറ് വലിച്ച് കയറ്റി ഒരു കിണറിൽ മുക്കാൻ ഒരു കിണറുണ്ട്. കിണർ കഴിഞ്ഞ് സായിപ്പിന് കൊടുക്കുകയായി. ഗർഭിണിയാവാതിരുന്നാൽ അവൾക്ക് കൊള്ളാം, ഗർഭിണിയായാൽ കടലിലേക്ക്. എന്താ, അവർക്ക് ബലമുണ്ടായിരുന്നില്ലേ? ഇന്നും ലോകത്തിൽ ഏറ്റവും ബലിഷ്ഠമായ ശരീരത്തോട് കൂടിയവരാണ് അവർ ഇന്നും. അതുകൊണ്ട് ശരീരബലം കൊണ്ടും കാര്യമില്ല, ചിലപ്പോൾ അത് ശാപമായി മാറും. അന്നത്തെ ആ സഹോദരിമാരുടെ അവസ്ഥ ആലോചിച്ചപ്പോ എന്തെന്നില്ലാത്തൊരു വേദന. സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, എനിക്ക് പൊതുവെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളാണ് പൊതുവെ. പക്ഷേ അന്ന് അനുഭവിച്ച വേദന ഇപ്പോഴെൻ്റെ ഹൃദയത്തിൽ വരികയാണ്. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും വലിയ വിഷയം. ഈ ദ്വാരത്തിന് തൊട്ടു മുകളിലാണ് ആംഗ്ലിക്കൻ ചർച്ച്. തൊട്ടു മുകളിൽ അവിടെയാണ് ലവ് ദൈ നെയ്ബർ ആസ് തൈസെൽഫ്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചിരുന്നത്. ഈ ചരിത്ര പാഠങ്ങൾ ആഫ്രിക്കയുടേതല്ല. ഈ ചരിത്ര പാഠങ്ങൾ ഘാനയുടേതല്ല. ഈ ചരിത്ര പാഠങ്ങൾ ലോകത്തിൻ്റെതാണ്. അറിവും കരുത്തും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള കഴിവുമില്ലാത്ത സമൂഹങ്ങൾ എന്നും അടിമകളായി തീരും. ആ അടിമത്തത്തിന് പല രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയുള്ളൊരു സമാജത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കർത്തവ്യമുണ്ട്. നമ്മുടെ ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണോ 1% ഫണ്ട് നമ്മുടെ സമാജത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആർക്കും കിറ്റ് കൊടുക്കരുത്. കിറ്റ് കൊടുക്കുകയല്ല വേണ്ടത്. ഞാൻ ഓണക്കിറ്റ് കൊടുക്കുന്നു, വിഷു കിറ്റ് കൊടുക്കുന്നു, വേണ്ട. പകരം അത് സ്വരൂപിച്ച് ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുക. ഒരാൾക്കെങ്കിലും അങ്ങനെ തൊഴിൽ ലഭിച്ച ആളോട് അതിന്റെ വരുമാനം കൊണ്ട് നീ മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുക. നീ എനിക്ക് പൈസ തിരിച്ചു തരണ്ട. ധാരാളം സാധ്യതകളുണ്ട്, ധാരാളം സാധ്യതകളുണ്ട്. ഇത് പാലക്കാട് ജില്ലയാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് തമിഴ്നാട്. നേരെ നമുക്ക് വളരെ കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കരിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് പാലക്കാടേക്കാണ്. ഒരു 5 കിലോമീറ്റർ ഇടവിട്ട് കരിക്ക് കച്ചവടം ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് വ്യക്തികൾക്ക് പണം നൽകിക്കൂടാ? സംഘടനകൾക്ക് നമ്മുടെ സംഘടനയിൽപ്പെട്ടവരെ തയ്യാറാക്കിക്കൂടാ? ഒരു 5 കിലോമീറ്ററിൽ ഇടവിട്ട് അല്ലെങ്കിൽ 10 കിലോമീറ്ററിൽ ഇടവിട്ട് അത്ര കച്ചവടം വലിയ ലാഭമുള്ളതാണ് പറഞ്ഞത്, വെറുതെ പറയല്ല.
അതിന് ഒരു പണിയില്ല. പകൽ വേറെ പണിയെടുത്ത ആളായാലും വൈകുന്നേരം അത് കൊണ്ടുവന്ന് നിരത്തി വെച്ച് ഒരു ലൈറ്റൊക്കെ ഇട്ട് ചൈനീസ് മതി, അതിന് വേണമെങ്കിൽ ചൈനീസ് ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതിനൊരു എവിടെ നോക്കിയാലും ഒരേ മാതൃക വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കോമൺ ബ്രാൻഡിങ് വേണം. അത് പാലക്കാടും കോഴിക്കോടും മലപ്പുറമൊക്കെ ഒരേ വർണ്ണമായിരിക്കണം. നല്ല ക്വാളിറ്റി അത്തറുകൾ ഭാരതത്തിലാണ് ഉണ്ടാക്കുന്നത്. ഉത്തർപ്രദേശിൽ നല്ല ശുദ്ധമായ എല്ലാ അത്തറുകളും ഉണ്ടാക്കുന്നു. അത് വില കുറഞ്ഞെത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നിർമ്മാണ യൂണിറ്റുകൾ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വില കുറഞ്ഞെത്തിക്കാൻ പറ്റും. കച്ചവടം ചെയ്യും. പച്ചക്കറി, പഴം, മാല, പൂവ്, എന്തൊക്കെ സാധിക്കും. ഞാൻ വലിയതല്ല പറയണത്. വലിയ മുതൽ മുടക്കുള്ള നിങ്ങളൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റോ മാളോ തുടങ്ങി നാളെ തമ്മിലടിക്കാനല്ല പറയുന്നത്. മറിച്ച് ചെറിയ ചെറിയ വ്യാപാരങ്ങൾ. ഇതിന്റെ ലാഭം എത്രയാണെന്നറിയോ? അന്വേഷിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. ഒരു കരിക്ക് കച്ചവടക്കാരൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 8,000 രൂപയെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഹൈവേ സൈഡിൽ. അതിന് ഉചിതമായ സ്ഥലം തിരഞ്ഞെടുക്കണം. പിന്നെ അവന്റെ കയ്യിൽ നല്ല വെട്ടി തിളങ്ങുന്ന വജ്രായുധം പോലുള്ള നല്ല ഒരു 5 വെട്ടുകത്തിയെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. ഓർമ്മിച്ചാൽ നല്ലത്. അതിനൊരു നിയമവും ഇല്ല. ഇത്ര കത്തിയെ വെക്കാവൂ എന്ന് നിയമമില്ല. അത് അണച്ച് മൂർച്ചയാക്കരുത് എന്ന് നിയമമില്ല. കാരണം കരിക്ക് വെട്ടണമെങ്കിൽ നല്ല മൂർച്ച വേണം. ഈ അത്ര കച്ചവടക്കാരന്റെ കയ്യിൽ മൊബൈൽ ഫോൺ പാടില്ല എന്നൊരു നിയമമില്ല. അവൻ ചിദാനന്ദപുര സ്വാമി ഇതിൽ പോയിട്ടുണ്ട് എന്ന് അടുത്ത ആളോട് വിളിച്ച് പറയരുത് എന്നൊരു നിയമമില്ല. ശൃംഖലയാണ്. ഈ ശൃംഖല എന്തുകൊണ്ട് ഹിന്ദു സമാജത്തിന് അന്യമായി പോകുന്നു? കോഴിയെ നല്ല വലിച്ച് കടിച്ച് തിന്നുമല്ലോ, അതിനൊരു കുഴപ്പമില്ലല്ലോ. നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഹിന്ദുക്കളാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ട് കച്ചവടം ചെയ്തുകൂടാ? ഇത്ര ലാഭമുള്ള പരിപാടി വേറെ ഇല്ല. അതും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ കോഴിക്കടകൾ തുടങ്ങുക. ഇതിന് നമ്മൾ സഹായിക്കും. ഒരു ഫണ്ട് നീക്കി വെക്കാൻ നമ്മൾ ഓരോ പ്രസ്ഥാനത്തിനും സാധിക്കണം. നമ്മൾ ക്ഷേത്രപ്രവർത്തകരുണ്ട്. ക്ഷേത്രപ്രവർത്തകർ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ലജ്ജിച്ച് തല താഴ്ത്തണം. നമ്മൾ ക്ഷേത്രപ്രവർത്തകർ പോലും ലിസ്റ്റ് എഴുതി പൂജാ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങുന്നവരാ. ക്ഷേത്രത്തിൽ സ്ഥലം ഉണ്ടാവും, ഒരു തുളസി തൈ വെക്കില്ല. എന്നൊരു തുളസി എഴുതി വാങ്ങുക ചാക്കില്. ഓരോ ജില്ലയിലും പഞ്ചായത്തുകൾ എത്ര ഉണ്ട് വെച്ചാൽ ആ പഞ്ചായത്തുകൾ മാത്രം നോക്കിയാൽ 100 കണക്കിന് ക്ഷേത്രങ്ങളും കാവുകളും നമുക്കുണ്ട്. ഒരു പഞ്ചായത്തിൽ 100 കണക്കിന് കാവുകളും ക്ഷേത്രങ്ങളും ഉണ്ട്. ഹൈന്ദവ ഗൃഹങ്ങൾ എത്ര ഉണ്ട്? ഇവിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് ചന്ദനത്തിരി, കർപ്പൂരം തുടങ്ങിയവ. അപ്പോൾ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കിയാൽ അവിടത്തേക്ക് വേണ്ട ഇത്തരം ശുദ്ധദ്രവ്യങ്ങളെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. കുറേ പേർക്ക് തൊഴിലാവും. അതിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തട്ടിപ്പ് ചെയ്യരുത്. ശുദ്ധമായിട്ട് വേണം ഉണ്ടാക്കാൻ. കുറച്ച് വില കൂടും, സാരമില്ല. നമ്മളെ നാട്ടിലേക്കാണ്. ഒരുപാട് പേർക്ക് തൊഴിലാവും. എന്നല്ല ശുദ്ധ വസ്തു ഉപയോഗിക്കും. ഇന്നത്തെ കഥ ഭീകരമാണ്. ഇന്ന് ഓരോരോ തിരിയൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 തിരിയുടെ പരസ്യമുണ്ട്, ചന്ദന തിരിയുടെ, ജസ്റ്റ് ബേൺ ഇറ്റ് ആൻഡ് റീച്ച് ഹെവൻ. ശരി, അത് സത്യം പറഞ്ഞു. കാരണം ഏത് കത്തി ചെല്ലു സ്വാമിജി, സ്വാമിൻ്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം എനിക്ക് നല്ല ഏകാഗ്രത ജപിക്കാനിരുന്നാൽ ഒരു സഹജ സമാധി പോലെ തോന്നും. ഞാൻ ചോദിക്കും, എടാ നീ ഈ തിരി കത്തിച്ച് വെക്കാറുണ്ടോ? ആ ഉണ്ട്. അതാ, വേറെ ഒന്നുമല്ല, മയങ്ങി പോണതാ. വേറെ ഒന്നുമല്ല. അത്ര വലിയ കെമിക്കൽസാ ചേർക്കണേ.
ചിന്തിക്കുക. അപ്പോ ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ സമന്വയിച്ച് സഹകരിച്ച് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും? ഓരോ സംഘടനയും അതത് പഞ്ചായത്ത് തലത്തിലെങ്കിലും ചിന്തിക്കുക. നമ്മൾ മിക്കവാറും സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവർ ഏകദേശം പകുതി കഴിഞ്ഞവരായിരിക്കും. ഇവിടെ ഞാൻ എന്തായാലും പകുതി കഴിഞ്ഞ ആളാണ്. ഇനി ഇന്നലെ ഒരു സന്തോഷം തോന്നി. ഇന്നലെ വേദിയിൽ വെച്ചിട്ട് 120 വയസ്സാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് ആരോ പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ കുറച്ചൊരു സന്തോഷം തോന്നി. അതിന് പകുതി ആയിട്ടില്ല. 120 ശതായുർവൈ പുരുഷ, മനുഷ്യൻ്റെ ആയുസ് 100. ശതായുർവൈ പുരുഷ. നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ പുതിയ തലമുറ കടന്നു വരണ്ടേ? നമ്മുടെ ആശ്രമങ്ങളിൽ പുതിയ തലമുറ കടന്നു വരണ്ടേ? നമ്മുടെ സാമുദായിക സംഘടനയുടെ നേതൃത്വം പുതിയ ചെറുപ്പക്കാരെ ഏറ്റെടുക്കണ്ടേ? എവിടെ ചെറുപ്പക്കാർ? ഹിന്ദു ജനസംഖ്യ മിക്കവാറും നേർപകുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഒരു പതിയും പത്നിയും ചേർന്നാൽ കുടുംബത്തിൽ 2 പേര്, അവർക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നേർപകുതി. മിനിമം ഒരു 3 കുട്ടിയെങ്കിലും വേണ്ടേ നമുക്ക്? 2 പേരെ കുടുംബത്തിന് വേണ്ടി, ഒരാളെ സമാജത്തിന് വേണ്ടിയും വേണ്ടേ? ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ചിദാനന്ദ ഗുരുസ്വാമി സന്യാസ ദീക്ഷ സ്വീകരിച്ച് അങ്ങനെ നിങ്ങളെ മുമ്പിൽ ഇപ്പൊ സംസാരിക്കുക. അച്ഛനമ്മമാരോട് അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ പോയത്. അവരാദ്യം വിസമ്മതമായിരുന്നു. പക്ഷെ പിന്നെ ജീവിതം കൊണ്ട് അവരെ സമ്മതിപ്പിച്ചെടുത്തു. എന്തുകൊണ്ടാണ് സമ്മതം തന്നെ? കാരണം അവർക്ക് 5 മക്കള്. 5ാമന ഇപ്പൊ 4 പേര് വേറെ വഴിക്കല്ലേ, 1 കിടക്കട്ടെ ഈ വഴിക്കും എന്നവർ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ അവർ 2 ആളും ഇപ്പൊ ഇല്ല. ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ വയ്യ. ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. നേരെ കുറച്ച് ഒറ്റ കുട്ടിയേ ഉള്ളൂ വെച്ചാൽ അയാളെ സന്യാസിയാക്കി ആ കുടുംബം ഇല്ലാണ്ടായി പോയില്ലേ? ആ കുടുംബത്തിന്റെ പരമ്പര നിൽക്കില്ലേ? ഒറ്റ കുട്ടിയേ ഉള്ളൂ, അയാള് ഒരു സംഘ പ്രചാരകനായി പോയി, ആ കുടുംബത്തിന്റെ പരമ്പര നിൽക്കില്ലേ? ഒറ്റ കുട്ടിയേ ഉള്ളൂ, അയാള് കോൺഗ്രസിലോ മാർക്സിസ്റ്റിലോ BJPയിലോ പ്രവർത്തിക്കാൻ അച്ഛനമ്മമാർ ഇഷ്ടപ്പെടുവോ? ഉണ്ടോ? നീ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഒറ്റ കുട്ടിയേ ഉള്ളൂ വെച്ചാൽ നിങ്ങൾ ആ കുട്ടിയെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിടാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല എന്നുള്ളത് സത്യമാണ്. കാരണം കുടുംബത്തിന്റെ പിന്തുടർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും അയാൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ സന്താനം സമ്പത്താണ് എന്ന സിദ്ധാന്തം ഹിന്ദു സമാജം ഉൾക്കൊള്ളണം. സന്താനം ഭാരമല്ല, സന്താനം സമ്പത്താണ്. കേരളത്തിലെ മതാധിഷ്ഠിതമായ ജനസംഖ്യ തോത് പഠിച്ചു കഴിഞ്ഞാൽ അതിഭീഷണമാണ്. ചിലരൊക്കെ ഭൂരിപക്ഷ സമുദായം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഹിന്ദുവിനെ കുറിച്ച്. കേൾക്കുമ്പോൾ സഹതാപം തോന്നും. ഏതർത്ഥത്തിലാണ് ഭൂരിപക്ഷം? ശരിയാണ്, ഭാരതത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷമാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് പോയാൽ ഏതാനും കൊല്ലം കൊണ്ട് ന്യൂനപക്ഷമാവും. കേരളത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷം അല്ല. ഇനി സർക്കാരിൻ്റെ ഏത് ഏജൻസിയാന്ന് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവ്. 39 പേരാണ് ഹിന്ദുക്കൾ, 100ൽ 39. ശ്രദ്ധിച്ചാൽ നന്ന്. അതിനേക്കാൾ എത്രയോ താഴെയാണ് ക്രിസ്ത്യാനികൾ, എത്രയോ താഴെയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂട്ടിയാൽ 50 ഇല്ല, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിമാണ്. നമ്മൾ
തിങ്കളും ഞായറും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഒക്കെ ദോഷം നോക്കി കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് കാലം എത്രയാവും? അണ്ടശക്തിയും പോവും, ബീജശക്തിയും പോവും. പിന്നെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ പിന്നിൽ ക്യൂ നിൽക്കുകയാണ്. സത്യമാണോ മാത്രം ചിന്തിച്ചാൽ മതി. കാരണം എൻ്റെ ഒരു ഇഷ്ട വിനോദം ആണ് മാട്രിമോണിയൽ പേജ് നോക്കുക എന്നുള്ളത്. കാരണം അത്രയും തിരക്കിട്ട ജീവിതമാണ്. 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാറില്ല, സ്വസ്ഥമായിട്ടിരിക്കാൻ സമയമില്ല. അല്ല പറയാനില്ല, അത്ര തിരക്കാണ്. എങ്കിലും കിട്ടുന്ന ചാൻസിന് മറിമായം കാണും. എങ്ങനെയും കണ്ടിരിക്കും, എവിടുന്നെങ്കിലും കാണും മറിമായം. കാണുകയും ചെയ്യും, അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് അത് നല്ല അശ്ലീലമൊന്നുമില്ലാത്ത നല്ല സാമൂഹിക വിമർശനങ്ങളാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് മറിമായം ടീമിന് എന്നോട് വലിയ ഇഷ്ടമാണ്. സ്വാമി ഞങ്ങൾക്ക് വലിയ പരസ്യം തരുന്നുണ്ടാവും. മറ്റൊന്ന്, പത്രങ്ങളിൽ മാട്രിമോണിയൽ പേജ്. സ്വാമിക്ക് എന്താ വിവാഹാലോചന ഉണ്ടോ? ഇനിയിപ്പോൾ വിവാഹാലോചിക്കുക. പിന്നെ എന്തിനാ? അത് കാണാനൊരു സുഖ. 48 വയസ്സായ ഈഴവ സുന്ദരിക്ക്, 48 വയസ്സായ നായർ സുന്ദരിക്ക് വിവാഹാൽ. എൻ്റെ സുന്ദരി, നീ ഇത്ര കാലം എവിടെയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം. പിന്നെ ശുദ്ധജാതകം, അശുദ്ധജാതകം. ഇവിടെയുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ ഒന്ന് പറഞ്ഞു തന്നാൽ തരക്കേടില്ല. എന്താണ് ഈ ശുദ്ധജാതകം, അശുദ്ധജാതകം? അങ്ങനെ ഒരു സങ്കേതം ജ്യോതിഷത്തിൽ ഉണ്ടോ? ഒന്ന് പറഞ്ഞു തന്നാൽ തരക്കേടില്ല. ചൊവ്വാദോഷമൊക്കെ ഞാൻ മനസ്സിലാക്കി. ശനി, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഒക്കെ സ്ഥിതിഗതികളെ കുറിച്ച് സാമാന്യം ചിലതൊക്കെ അറിയാം. പക്ഷെ ശുദ്ധം അശുദ്ധം എന്നൊരു സംജ്ഞ ഏത് പ്രാമാണിക ശാസ്ത്രത്തിൽ ജ്യോതിഷത്തിലുണ്ട്? ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഉപകാരം. ചിന്തിക്കുക. എന്നിട്ട് ചിലരുടെ തൊഴിൽ തന്നെ പെണ്ണ് കാണാൻ പോകാൻ. ഞാൻ 400 സ്ഥലത്ത് പോയി സ്വാമി, മിടുക്കാരൻ. അത്രയും സ്ഥലത്ത് നല്ല ചായ കിട്ടിയില്ലേ, ഭാഗ്യം. ഇത് നമ്മുടെ ഒരു ദുരവസ്ഥയാണ് ചൂണ്ടുന്നത്. ഇത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചിരിക്കാനല്ല പറയുന്നത്, ഇന്നത്തെ നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ്. ഇങ്ങനെ പോയാൽ ഹൈന്ദവ സമാജം എങ്ങോട്ട്? അതുകൊണ്ട് സന്താനങ്ങൾ നമുക്ക് വേണം, സമ്പത്ത് നമുക്ക് വേണം, സംഘടനാ ബോധം വേണം. സംഘടിതമായി നിങ്ങൾ ഏത് സമുദായമാണെന്ന് അഭിമാനിക്കുന്നുണ്ട്, അഭിമാനിച്ചോളൂ, വിരോധമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഏതാണോ അത് ചെയ്തോളൂ. പക്ഷേ ഹിന്ദു സംഘടനാബോധം അത് നമുക്ക് നിർബന്ധമാണ്. അതിനെ ഭിന്നിപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കരുത്. അത് നമ്മൾ ഉൾക്കൊണ്ടാൽ പോരാ, നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ, പ്രസ്ഥാനങ്ങളിൽ ആ സന്ദേശം വ്യാപിപ്പിക്കണം. ഹിന്ദു സംഘടനാബോധം ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. എല്ലാ പ്രകാരത്തിലും ശക്തി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ദുർബലന്മാരൊരിക്കലും പൂജിക്കപ്പെട്ടിട്ടില്ല. ദുർബലന്മാർ സേവിക്കപ്പെടും, ദുർബലന്മാർ സഹായിക്കപ്പെടും, പക്ഷെ ദുർബലന്മാർ ഒരിക്കലും പൂജിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വേദം കരുത്തിനെ ഉപാസിക്കാനാ പറഞ്ഞത്, മറക്കരുത്. സമ്പത്തിനെ ഉപാസിക്കാനാ പറഞ്ഞത്, മറക്കരുത്. സന്താനത്തെ നൽകണമെന്നാണ് വേദം പ്രാർത്ഥിച്ചത്, മറക്കരുത്. സംഘടന, അതാണ് വേദം ഉപദേശിച്ചത്. സംഗച്ഛധ്വം, സംവദധ്വം എന്നൊക്കെ ഋഗ്വേദത്തിന്റെ ഉപദേശമാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമുക്ക് വേദത്തിന്റെ ആചാര്യ ഉപദേശങ്ങളുടെ അന്തഃസത്തയെ ഗ്രഹിക്കാമോ? എങ്കിൽ ഈ സമാജത്തെ കൂടുതൽ കൂടുതൽ ശക്തിവത്താക്കി നമുക്ക് ഉയർത്താം. ഒപ്പത്തിനൊപ്പം ഒന്ന് പറയാതെ വയ്യ. പാലക്കാട് നിന്ന് തല്ലുകൊണ്ടു പോകുമോന്ന് അറിയില്ല. ഇനി പറയാൻ പോകുന്നത് പറഞ്ഞാൽ, എന്നാലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ തല്ലൂല എന്നുള്ള വിശ്വാസത്തിൽ പറയാം. ദയവ് ചെയ്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ധൂർത്ത് ഒഴിവാക്കുക.
ഈ പാലക്കാട് കത്തിച്ചു നിർത്തുന്ന കരിമരുന്നിന്റെ സംഖ്യ എത്രയാ? ഒരു കൊല്ലം ഈ പാലക്കാട് വേലയ്ക്കായാലും പൂരത്തിനായാലും കത്തിച്ചു തീർക്കുന്ന കരിമരുന്നിന്റെ പണം എത്രയുണ്ട്? ഒന്ന് കൂട്ടി നോക്കുക. ക്ഷേത്ര കമ്മിറ്റികൾ ഒന്ന് പരസ്പരം ചർച്ച ചെയ്യുക. എന്തെല്ലാം സേവാ പ്രവർത്തനം അതുകൊണ്ട് ചെയ്യാം. ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണം വരുത്തിയിട്ട് നമുക്ക് കാര്യമുണ്ടോ? എത്രമാത്രം കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും ലെഡ് ഓക്സൈഡുകളുമാണ് പ്രസരിക്കുന്നത്. എത്രമാത്രം പ്രകമ്പനങ്ങൾ സമീപസ്ഥങ്ങളായ ഗൃഹങ്ങളിലെ ഗർഭിണികളുടെ ഗർഭത്തിന് വരെ ദോഷമുണ്ടാകുന്ന തരം പ്രകമ്പനങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഒരു കമ്മിറ്റി പ്രസിഡന്റ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു 10 കൊല്ലം മുമ്പ്, ഇതൊക്കെ അനാദി കാലമായുള്ള ആചാരമല്ലേ സ്വാമി? ഞാൻ ചോദിച്ചു, പ്രസിഡന്റ് ഈ കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? അല്ല, അനാദികാലമായുള്ള ആചാരം എന്ന് പറഞ്ഞാൽ ഈ കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് കാലം അനാദികാലമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവണമല്ലോ. ഇല്ല. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ധൂർത്തുകൾ ഒഴിവാക്കുക. ഇന്നിപ്പോ ധൂർത്ത് വർദ്ധിച്ചു വരിക. വിവാഹ ധൂർത്തൊക്കെ ആയിരുന്നു നമ്മൾ 4-5 കൊല്ലം മുമ്പൊക്കെ പറയാറ്. ഇപ്പൊ പിറന്നാളിന് പോലും ധൂർത്ത. എന്തൊക്കെയാ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ മക്കളുടെ വിവാഹം ഉണ്ടോ, 1 സെന്റ് ഭൂമിയെങ്കിലും മോളുടെ പേരിൽ വാങ്ങിക്കൊടുക്കൂ. ദയവ് ചെയ്ത് ധൂർത്ത് ഒഴിവാക്കൂ. ഈ പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സമാജം ക്ഷയിക്കും. കാരണം വേദം നമ്മളോട് അനുശാസിച്ചിട്ടുണ്ട്, കുശലാന്ന പ്രമദിതവ്യം എന്ന്. നിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. അതുകൊണ്ട് കരുത്ത്, എല്ലാ അർത്ഥത്തിലുമുള്ള കരുത്ത് ഉള്ള സമാജമാക്കി തീർക്കാൻ ഓരോരുത്തരും പ്രയത്നിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗങ്ങൾ മാത്രമല്ല ഉദ്ദേശിച്ചത്, സംശയ നിവാരണങ്ങൾ മാത്രമല്ല, മറിച്ച് വിവിധ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്ക് ഹ്രസ്വമായ ഭാഷയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട്, സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്, ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. വൈകുന്നേരം പൊതുസമ്മേളനത്തിൽ അതിനുള്ള അവസരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആശയങ്ങളെ ഈ സദസ്സിന് മുമ്പാകെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഹ്രസ്വമായ ഭാഷയിൽ മുന്നോട്ട് വന്ന് പറയുക. ഇനി ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഹ്രസ്വമായ ഭാഷയിൽ അത് ചോദിക്കുക. അതിനുള്ള സമയമാണ് നമ്മുടെ ഇതിൻ്റെ സമയം. 1 മണി വരെയാണ് ഈ നേതൃസമ്മേളനം. വളരെ ചെറിയ ഒരു പ്രതിജ്ഞയും അതിനുശേഷം കൃതജ്ഞതയും ശാന്തിമന്ത്രവും അവസാനമുണ്ട്. അതുവരെയുള്ള സമയം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞത് അഭിപ്രായ പ്രകടനം, സംശയം, ചോദ്യം തുടങ്ങിയവയ്ക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഓരോ ജില്ലയുടെ സവിശേഷതകൾ ആ ജില്ലയിലുള്ളവർക്ക് കൂടുതൽ അറിയും. അതിനനുസരിച്ചുള്ള ആശയങ്ങൾ കൂടി വരട്ടെ. പ്രത്യേകിച്ച് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ഈ യാത്ര ആരംഭിച്ചത് കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ചുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ ഭാഗത്തുള്ള, ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്നല്ല പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ ഭാഗത്തുള്ള എന്നാണ്. അതിന് പ്രാധാന്യമുണ്ട്. കാരണം ഗുരുദേവൻ ഹിന്ദു അല്ല എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ക്ഷേത്രങ്ങൾ അവിടുന്ന് പ്രതിഷ്ഠിച്ചു, എത്ര ധർമ്മ വേദാന്ത ഗ്രന്ഥങ്ങൾ അവിടുന്ന് രചിച്ചു, എത്ര തപസ്സിന്റെ ശേഷമാണ് ആ പൂർണ്ണ പ്രജ്ഞയിലേക്ക് അവിടുന്ന് ഉയർന്ന് സമാജത്തിലേക്ക് ഇറങ്ങി വന്നത്. അത് ഓർമ്മിപ്പിക്കാനാണ് ക്ഷേത്രങ്ങളിൽ എന്നുള്ള വാക്ക് ബഹുവചനം ഉപയോഗിച്ചത്. ഈ ഋഷിമാരുടെ സന്ദേശത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമുക്കും മഹിമയെ പ്രാപിക്കാം എന്നുള്ള സന്ദേശമാണ് വാൽമീകി ജയന്തി നൽകുന്ന സന്ദേശം. അന്ന് ആരംഭിച്ചത് സമാപിക്കുന്നതോ എല്ലാ ഇരുളിനെയും വകഞ്ഞു മാറ്റി
ആസുരിക ശക്തികളെ ഇല്ലാതാക്കി പ്രകാശം പരത്തേണ്ടുന്ന ദീപാവലിക്കാണ്. ആ ദീപാവലി ഈ പ്രാവശ്യം രാത്രി 20-നാണ് വരുന്നത്. പക്ഷെ 20-ഉം 21-ഉം ചേർന്നിട്ടാണ്. അതുകൊണ്ട് ഭാരതത്തിൽ പല സ്ഥലത്തും 21-നാണ് ആചരിക്കുന്നത്, പല സ്ഥലത്തും 20-നാണ്. ഇവിടെ 20-നാണ്. അപ്പൊ 20-ാം തീയതി നമ്മളെല്ലാവരും നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമുക്ക് സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ ധർമ്മജാഗരണ ജ്യോതി ഉയർത്തണം, തെളിക്കണം. ഒരു സങ്കല്പം, ഈ ധർമ്മ സന്ദേശ യാത്ര ശുഭമായി അത് ഉദ്ദേശിക്കുന്ന ഫലം സമാജത്തിൽ പ്രസരിപ്പിക്കും വിധമാകണം എന്ന ഒരു സങ്കല്പത്തോടു കൂടി ധർമ്മജാഗരണത്തിൻ്റെ ജ്യോതി എല്ലാവരും സാധിക്കുന്നിടങ്ങളിലൊക്കെ പരമാവധി ശ്രദ്ധാപൂർവം ജ്വലിപ്പിക്കണം എന്നുകൂടി പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സന്തോഷം.